AD 632 പരിശുദ്ധ പ്രവാചകൻ വഫാത്താകുന്നത്. വഫാത്തായ അതേ സ്ഥലത്ത് തന്നെയാണ് പരിശുദ്ധ പ്രവാചകനെ അടക്കം ചെയ്തിരിക്കുന്നത്. പ്രവാചകൻ വഫാത്താകുന്നത് ഭാര്യ ആയിഷ ബീവിയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞതായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഓരോ നബിമാരും അവര് വഫാത്തായ അതേ സ്ഥലത്ത് തന്നെയാണ് ഖബറടക്കിയിരിക്കുന്നത് എന്ന്. പ്രവാചകൻ ഉറങ്ങിയിരുന്ന ആ ഒരു മെത്ത എടുത്ത് മാറ്റിയിട്ട് അവിടെ ഒരു ഖബർ ഉണ്ടാക്കി അവിടെ തന്നെ അടക്കം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഖബറിന് ലഹ്ദ് എന്നാണ് പറയുന്നത്. ശരീഅത്തിൽ അനുവദനീയമായിട്ടുള്ള 2 തരം ഖബറുകളാണുള്ളത്. അതിലൊന്നാണ് ലഹ്ദ്, മറ്റേത് ഷക്ക്. ഈ ഷക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഖബർ ഉണ്ടാക്കും, ആ ഖബറിന്റെ ഉള്ളിലായിക്കൊണ്ട് ഒരു നേരിയ ഒരു കുഴി ഉണ്ടാകും. ആ കുഴിയിലേക്ക് മയ്യത്ത് കിബിലക്ക് നേരെ തിരിച്ച് കിടത്തും. അതിന്റെ മുകളിൽ മൂടുകല്ല് വെക്കും. പിന്നെ അങ്ങനെ മേലെ മണ്ണിട്ട് ഖബർ പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള ആ ഒരു രീതി. ലഹ്ദ് എന്ന് പറഞ്ഞാൽ ഖബർ ഉണ്ടാക്കിയിട്ട് അതിന്റെ താഴ്ഭാഗത്ത് കിബിലക്ക് നേരെയായിട്ട് ഒരു കുഴി ഉണ്ടാക്കും, ഒരു വിടവ് പോലെ, ഏതാണ്ട് ഒരു L ഷേപ്പിൽ ഉണ്ടാവും അത്. എന്നിട്ട് മയ്യത്ത് ആ ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ച് അതിന്റെ പുറകിലാണ് മൂടുകല്ല് വെക്കുന്നത്. മൂടുകല്ല് വെച്ച് പിന്നീട് മണ്ണിട്ട് ഖബർ പൂർത്തിയാക്കും. ഇവിടെ മയ്യത്തിന്റെ നേരെ മേലക്ക് മണ്ണ് ഇടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാറില്ല. ലഹ്ദ് എന്ന് പറയുന്ന ഈ ഒരു രീതിയിലുള്ള ഖബറിലാണ് പരിശുദ്ധ പ്രവാചകനെ അടക്കം ചെയ്തിരിക്കുന്നത്.